ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഒരു പ്രാവശ്യവും കൂടെ നിത്യനും പരിശുദ്ധനുമായ ത്രിയേക ദൈവത്തിന്റെ മഹത്വവും നിത്യരാജാവായ ദൈവപുത്രൻ യേശുക്രിസ്തു എന്ന നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളും പുതുവർഷ ആശംസകളും അറിയിക്കുന്നു. ഇതുവരെ കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട് ഒരു 3-4 വർഷത്തിൽ പരമായി നമ്മുടെ ഈ ക്ലാസ് എല്ലാ ദിവസവും നടന്നു വരുന്നു. അതിൽ തുടക്കം മുതലുള്ളവരുണ്ട്. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ഇടയ്ക്ക് നമ്മോടൊപ്പം ജോയിൻ ചെയ്തവരുണ്ട്. പല രാജ്യങ്ങളിൽ നിന്ന് സംബന്ധിക്കുന്നവരെ ഒക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ നിരന്തരമായ കൂട്ടായ്മയ്ക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങളെ ഏവരെയും അതിൽ അഭിനന്ദിക്കുന്നു. വേറെയും ആരെങ്കിലും ദൈവത്തിന്റെ വചനം പഠിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നെങ്കിൽ അവരെയും നിങ്ങൾക്ക് ഈ നമ്മുടെ ബൈബിൾ ക്ലാസ് ഗ്രൂപ്പ് പരിചയപ്പെടുത്തി കൊടുക്കാവുന്നതാണ്. നിങ്ങൾ അറിയുന്നത് പോലെ ഇതിന് പ്രത്യേകിച്ച് അഡ്മിഷൻ ഫീസോ മന്ത്ലി ഫീസോ അങ്ങനെ യാതൊരു ചെലവുകളുമില്ല. നിങ്ങളുടെ സമയത്തിന്റെ ചെലവ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കതറിയാമല്ലോ. അതുകൊണ്ട് ആരെങ്കിലും ദൈവവചനം പഠിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നെങ്കിൽ അവർക്ക് സംബന്ധിക്കാം. പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റുകളൊന്നും നമ്മൾ ഇഷ്യൂ ചെയ്യാറില്ല. നമ്മൾ നിരന്തരമായിട്ട് തിരുവെഴുത്ത് പഠിക്കുന്നു. കാരണം ചിലരൊക്കെ ചോദിക്കാറുണ്ട്, പഠിച്ചാൽ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമോ? ഇല്ല, ഇവിടുന്ന് അങ്ങനെ ഒരു സംഗതിയില്ല. നാം ഒരുമിച്ച് ദൈവത്തിന്റെ വചനം പഠിക്കുന്നുവെന്ന് മാത്രം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വെളിപ്പാട് പുസ്തകമാണ്. ഡാനിയേൽ ആൻഡ് റെവലേഷൻ എന്ന് ഒരു ശീർഷകം നമ്മൾ കൊടുത്തെങ്കിലും ദാനിയേലിന്റെ പുസ്തകത്തിൽ നിന്ന് അധികമായ കാര്യങ്ങളൊന്നും നമ്മൾ പഠിച്ചില്ല. ചെറിയൊരു ജലദോഷമുണ്ട്. അതുകൊണ്ട് അല്പം അസ്വസ്ഥത, എന്തെങ്കിലും തുമ്മലോ ചീറ്റലൊക്കെ ഉണ്ടെങ്കിൽ സദയം ക്ഷമിക്കുമല്ലോ. നമ്മൾ ദാനിയേലും വെളിപ്പാടും ഇതാണ് പഠിക്കുന്നത്. എന്നാൽ ദാനിയേലിന്റെ പുസ്തകം അധ്യായമായിട്ടോ വാക്യങ്ങളായിട്ടോ എടുത്തില്ല. വെളിപ്പാട് പുസ്തകം നമ്മൾ വാക്യമായിട്ടാണ് അല്ലെങ്കിൽ പദാനുപദ പഠനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അല്പം നീണ്ടുപോകുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ നിങ്ങൾ അതാണ് ഇഷ്ടപ്പെടുന്നതെന്ന് ആവർത്തിച്ച് പറയാറുള്ളത് കൊണ്ട് ആ ശൈലിയിൽ തന്നെ തുടരുകയാണ്. എന്നാൽ അതുപോലെ നമ്മൾ ദാനിയേലിന്റെ പുസ്തകം പഠിച്ചില്ല. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് പോകേണ്ടി വന്ന ഭാഗങ്ങൾ മാത്രമേ ദാനിയേലിൽ നിന്ന് നമ്മൾ പഠന വിഷയമാക്കിയിട്ടുള്ളൂ എന്നുള്ളതും നിങ്ങൾക്ക് അറിയാമല്ലോ. സ്തോത്രം. അപ്പോൾ വെളിപ്പാട് പുസ്തകമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യമായിട്ട് ചേർന്നവരും കൂടെ നമ്മോടൊപ്പം വന്നു ചേരേണ്ടതിന് 1-2 വാചകങ്ങൾ മുഖവരിയായിട്ട് പറഞ്ഞുകൊള്ളട്ടെ. വെളിപ്പാട് പുസ്തകത്തെ പൊതുവെ വിളിക്കുന്നത്, വെളിപ്പാടെന്ന പദത്തിന്റെ അർത്ഥം തന്നെ നമുക്കറിയാമായിരിക്കുമല്ലോ, അപ്പോകാലിപ്സിസ് എന്ന ഒരു മൂലവാക്കാണുള്ളത്. അപ്പോകാലിപ്സിസ് എന്ന് പറഞ്ഞാൽ അൺവെയിൽ, ഡിസ്ക്ലോസ്, റിമൂവ് ദ കർട്ടൻ ആൻഡ് എക്സ്പോസ് വിച്ച് ഈസ് ഹിഡൻ എന്നൊക്കെയാണ്. മറഞ്ഞിരിക്കുന്നതിനെ മറ നീക്കി കാണിക്കുക. കർട്ടനകത്തുള്ളത് അനാച്ഛാദനം ചെയ്യുക എന്നൊക്കെയുള്ള അർത്ഥമാണ് റെവലേഷൻ അഥവാ വെളിപ്പാട്, അപ്പോകാലിപ്സിസ് എന്നുള്ളതിന്. പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം. ഓൺലി പ്രോഫറ്റിക്കൽ ബുക്ക് ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ്. പഴയ നിയമത്തിൽ ഏതാണ്ട് 17-ൽ പരം പ്രവചന ഗ്രന്ഥങ്ങളുണ്ട്. Almost 17 prophetical books in the Old Testament, but in the New Testament only 1 book. അത് ഈ വെളിപ്പാട് പുസ്തകമാണ്.
ഏതാണ്ട് 28 പ്രാവശ്യത്തോളം യേശുക്രിസ്തുവിനെ കുഞ്ഞാട് എന്ന് ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നത് കൊണ്ട് ഈ വെളിപ്പാട് പുസ്തകത്തെ കുഞ്ഞാടിന്റെ പുസ്തകം എന്ന് വിളിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് 28 times Jesus is addressed as the Lamb of God. So this book is called the Book of the Lamb. അതുപോലെ തന്നെ ഈ പുസ്തകം ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. 7, 12 തുടങ്ങിയ സംഖ്യകൾ, ഒത്തിരി സംഖ്യകളുണ്ട്. പ്രത്യേകിച്ച് 7, 12 എന്നീ സംഖ്യകളൊക്കെ കൂടുതലുണ്ട്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് 7 എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിനെ ദ ബുക്ക് ഓഫ് സെവൻസ്, 7കളുടെ പുസ്തകം എന്ന് വിളിക്കുന്നുണ്ട്. ഇതൊക്കെ നേരത്തെ ഉള്ളവർ കേട്ടിട്ടുണ്ട്. നേരത്തെ ഉള്ളവർ കേട്ടിട്ടില്ലാത്ത ഒരു കാര്യവും കൂടെ പറയുന്നു. Here in this book we have at least 45 times throne is mentioned. Throne. Therefore, this is also called a book of thrones. സിംഹാസനം എന്ന് 45ഓളം പ്രാവശ്യം ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിംഹാസനം അല്ലെ സിംഹാസനങ്ങൾ. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തെ സിംഹാസനങ്ങളുടെ പുസ്തകമെന്നും വിളിക്കുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലാത്തതാണ്. ആദ്യമായിട്ട് ആ പേര് ഞാൻ പറയുന്നത്, സിംഹാസനങ്ങളുടെ പുസ്തകം. അങ്ങനെ വിവിധ പേരുകൾ ഈ പുസ്തകത്തിനുണ്ട്. ഒത്തിരി വിശേഷതകളുണ്ട്. അതൊന്നും ഞാനിപ്പോൾ ആവർത്തിക്കുന്നില്ല. വെളിപ്പാട് പുസ്തകം 1:19 വാക്യം അടിസ്ഥാനപ്പെടുത്തി, 1:19 അടിസ്ഥാനപ്പെടുത്തി ഈ പുസ്തകത്തെ നമുക്ക് 3ആയിട്ട് വിഭജിക്കാം. ഒന്നാമത്തേത് എടുത്തെങ്കിലും ഒന്ന് വായിച്ചോളൂ. 1:19. Write therefore the things that you have seen, those that are, and those that are to take place after this. Yeah, this is the classification, threefold the classification of this book by this book itself. ഈ പുസ്തകം തന്നെ ഈ പുസ്തകത്തെ വിഭജിക്കുന്ന 3 വിഭജനങ്ങളാണ്. The things that you have seen, നീ കണ്ടത്. 2, the things that are, ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ. And the things that will take place hereafter, ഇതിന് ശേഷം മേലാൽ സംഭവിപ്പാൻ ഉള്ളത്. ഇങ്ങനെ 3 വിഭജനങ്ങളാണ്. അതിന്റെ അടിസ്ഥാനം വെളിപ്പാട് 1:19 തന്നെ. അതിൽ ഒന്നാമത്തെ വിഭജനമാണ് ചാപ്റ്റർ 1. ഒന്നാമത്തെ അധ്യായമാണ് ഒന്നാമത്തെ വിഭജനം. The things that you have seen, that's about the vision or the revelation of the person of Christ in his majesty. The person of Christ, the vision or the revelation of the person of Christ in his majesty. പ്രത്യേകിച്ച് സപ്തവർദ്ധിത മഹത്വത്തോടെ യേശു ക്രിസ്തുവിനെ യോഹന്നാൻ കണ്ട ആ വെളിപ്പാടാണ് നീ കണ്ടത് എന്ന അർത്ഥത്തിൽ 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടാമത്തെ വിഭജനം ഇപ്പോൾ ഉള്ളത്, the things that are, about chapters 2 and 3. 2-ഉം 3-ഉം അധ്യായങ്ങളിൽ പറയുന്ന 7 സഭകൾ. 7 സഭകൾ, അതാണ് ഇപ്പോൾ ഉള്ളത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പോൾ ഉള്ളത്. മൂന്നാമത്തെ വിഭജനം, the third classification is from chapters 4 to 22. 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിലെ കാര്യങ്ങളാണ് മേലാൽ സംഭവിപ്പാനിരിക്കുന്നത്, ഭാവിയിൽ സംഭവിക്കേണ്ടതെന്ന അർത്ഥത്തിൽ ഉള്ളത്. നമ്മളതിൽ 3-ാമത്തെ ഭാഗത്താണ്. 1-ഉം 2-ഉം ഭാഗങ്ങൾ കഴിഞ്ഞു. 3-ാമത്തെ ഭാഗത്താണ് 4 തൊട്ട് 22 വരെയുള്ള അധ്യായം.
അതിൽ 4ഉം 5ഉം അധ്യായങ്ങളിൽ നാം കാണുന്നത് പ്രിപ്പറേഷൻ ഫോർ ദ ഫ്യൂച്ചർ ഈവൻസ്. 4ഉം 5ഉം അധ്യായങ്ങൾ ഭാവി സംഭവങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളുടെ അധ്യായമാണ്. റാദർ ഹെവൻലി പ്രിപ്പറേഷൻസ്, സ്വർഗത്തിൽ നടക്കുന്ന ഒരുക്കങ്ങളാണ് 4ഉം 5ഉം അധ്യായങ്ങളിൽ. അത് കഴിഞ്ഞ് 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളാണ് മഹാപീഡന കാലത്തിലെ സംഭവങ്ങൾ. ചാപ്റ്റേഴ്സ് 6 to 18, the events of the time of Antichrist, the events of great tribulation, 7 years period. അതിനെ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിന്റെ ഭാഷയിൽ വിളിച്ച പേര് ഓർമ്മ കാണുമായിരിക്കുമല്ലോ. മറന്നുപോയോ? 70th week. ദാനിയേൽ 9-ാം അധ്യായത്തിൽ 70 ആഴ്ചവട്ടം, അതിൽ 69 ആഴ്ചവട്ടങ്ങൾ തീർന്നു. ഇനി ഒരാഴ്ചവട്ടം ശേഷിക്കുന്നു. അതാണ് 70th week, 70-ാം ആഴ്ചവട്ടം. ഒരാഴ്ചവട്ടം എന്ന് പറയുന്നത് 7 വർഷമാണെന്നൊക്കെ നമ്മൾ പഠിച്ചു. നെഹമ്യാവിന് യെരുശലേം പട്ടണത്തെ പുതുക്കിപ്പണിയാൻ ആജ്ഞ ലഭിച്ചത് മുതൽ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം വരെ അഭിഷിക്തനായ പുരുഷന്റെ അല്ലെങ്കിൽ അഭിഷിക്തന്റെ ഛേദനം വരെ, അഭിഷിക്തന്റെ ഛേദനം വരെ 69 ആഴ്ചവട്ടങ്ങൾ. ഇതെല്ലാം ദാനിയേൽ 9-ാം അധ്യായം 20 മുതൽ, വിശേഷിച്ച് 24, 25, 26 അല്ലെങ്കിൽ 24 മുതൽക്കുള്ള വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഈ പഠനം നടത്തിയത്. ഓക്കെ, Daniel 9:24 following is the very basis for this teaching. Okay. അങ്ങനെ 69 ആഴ്ചവട്ടം തീർന്നു കഴിഞ്ഞിരിക്കുന്നു. 70 weeks assigned for the holy city Jerusalem as well as Israelites. 70 ആഴ്ചവട്ടമാണ് ദൈവം ഇസ്രായേലിന് വേണ്ടിയും യെരുശലേമിന് വേണ്ടിയും നിയമിച്ചിരിക്കുന്നത്. അത് തുടങ്ങുന്നത് എപ്പോൾ മുതലാണെന്ന് നാം കാണുന്നു. യെരുശലേം നഗരത്തെ റെസ്റ്റോർ ചെയ്യാൻ, പുതുക്കിപ്പണിയാൻ ആജ്ഞ പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ പുരുഷൻ ഛേദിക്കപ്പെടുന്നത് വരെ 69 ആഴ്ചവട്ടങ്ങൾ. നമുക്കറിയാം, നെഹമ്യാവാണ് യെരുശലേം നഗരത്തിന്റെ പുനഃസ്ഥാപനം നടത്തിയത്. The restoration of Jerusalem was done by Nehemiah. അഭിഷിക്തൻ എന്നവിടെ പറയുന്നത് മെസ്സായ, യേശുക്രിസ്തുവാണ്. അപ്പോൾ നെഹമ്യാവിന് പാഴ്സി രാജാവ് യെരുശലേമിന്റെ പുനഃസ്ഥാപനത്തിന് അനുമതി കൊടുത്തത് മുതൽ, കൽപ്പന കൊടുത്തത് മുതൽ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം വരെ 69 ആഴ്ചവട്ടങ്ങൾ തീർന്നു. പിന്നെ ഒരാഴ്ചവട്ടം മാത്രം ശേഷിക്കുന്നു. ആ ഒരു ആഴ്ചവട്ടമാണ് മഹാപീഡനകാലം എന്നറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് നാം അതിനെ 70-ാം ആഴ്ചവട്ടം എന്ന് വിളിക്കുന്നത്. So from these 70 weeks, 69 weeks are over. Only 1 week is left, and that will resume by the reign of Antichrist after the rapture of the church. സഭയുടെ ഉൽപ്രാപണത്തിന് ശേഷം എതിർക്രിസ്തുവിന്റെ ഭരണം ആരംഭിക്കുന്ന സമയത്ത് ആ 70-ാം ആഴ്ചവട്ടം തുടങ്ങും. എന്ന് വെച്ചാൽ 7 വർഷം. അങ്ങനെയാണ് മഹാപീഡനകാലം അല്ലെങ്കിൽ എതിർക്രിസ്തുവിന്റെ ഭരണം 7 വർഷം എന്ന് നാം പറയുന്നത്. ഒന്ന് വായിച്ചോളൂ.
ദാനിയേൽ പ്രവചനം 9-ാമത്തെ അധ്യായം അതിന്റെ 24 മുതൽക്കാണ് നമുക്കതിന്റെ 24 മുതൽ തന്നെ വായിച്ചാട്ടെ. 70 weeks are decreed about your people and your holy city, to finish the transgression and put an end to sin, and to atone for iniquity, to bring in everlasting righteousness, to seal both vision and the prophet, and to anoint a most holy place. Know therefore and understand that from going out of the world to restore and build Jerusalem to the coming of the Anointed One, a Prince, there shall be 7 weeks. For then for 62 weeks it shall be built again, with squares and moat, but in a troubled time. And after 62 weeks, an anointed one shall be cut off and shall have nothing. And the Okay, Mane, just a minute. See, after 7 and 62 weeks, okay, after 7 and 62 weeks, that means after 69 weeks, the anointed shall be cut off. The anointed means the Messiah, the Christos. Okay, 7-62 ആഴ്ചകൾക്ക് ശേഷം അഭിഷിക്തനായ പുരുഷൻ ഛേദിക്കപ്പെടും. അഭിഷിക്തൻ എന്ന് പറയുന്നത് ക്രിസ്തു അല്ലെങ്കിൽ മശിഹ. ഛേദിക്കപ്പെടുക മശിഹയുടെ ക്രൂശീകരണം. അങ്ങനെ 69 ആഴ്ചവട്ടങ്ങൾ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോടുകൂടെ അവസാനിച്ചു. ഇനിയുമുള്ളത് യെസ് മനെ, കണ്ടിന്യൂ. And the people of the prince who is to come shall destroy the city and the sanctuary. Its end shall see mone, the prince who has to come, വരുവാനുള്ള പ്രഭു. ആ വരുവാനുള്ള പ്രഭു ആണ് ആന്റിക്രൈസ്റ്റ്, എതിർ ക്രിസ്തു. അവന്റെ സൈന്യം വിശുദ്ധ നഗരത്തെ യെരുശലേമിനെ നശിപ്പിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. എത്ര കാലത്തേക്കാണെന്നൊക്കെ അടുത്ത വാക്യങ്ങളിലുണ്ട്. യെസ് മനെ, ഗോ ഓൺ. Its end shall come with a flood, and to the end there shall be war. Desolations are decreed. And he shall make a strong covenant with many for 1 week, and for half of the week. For 1 week he will make a covenant. 1 week means 7 years we have seen. അങ്ങനെയാണ് എതിർ ക്രിസ്തുവിന്റെ ഭരണം അല്ലെങ്കിൽ മഹാപീഡനകാലം 7 വർഷം എന്ന് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, he will make covenant with many for 1 week. ഒരാഴ്ചത്തേക്ക് അവൻ പലരോടും നിയമം കഠിനമാക്കുമെന്ന മലയാളത്തിൽ, എന്ന് വെച്ചാൽ നിയമം ഉണ്ടാക്കുമെന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, he will get into a treaty especially with Israel for 1 week means 7 years. Yes, please. And for half of the week he shall put an end to the sacrifice and offering. പക്ഷേ 3.5 വർഷം കഴിയുമ്പോൾ, ഹാഫ് ഓഫ് ദ വീക്ക്, 7 വർഷത്തിലെ ഹാഫ് ഓഫ് ദ വീക്ക്, 3.5 വർഷം കഴിയുമ്പോൾ അവൻ ആ നിയമം ലംഘിക്കും, ആ ഉടമ്പടി അവൻ ലംഘിക്കും. പിന്നെ and on the wind of abominations shall come one who makes desolate, until the decreed end is poured out on the desolator. കണ്ടോ, ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറഞ്ഞത് 69 ആഴ്ചവട്ടം കഴിഞ്ഞു, ഇനിയും ഒരാഴ്ചവട്ടം ശേഷിക്കുന്നു. ആ ഒരാഴ്ചവട്ടമാണ് നമ്മൾ പറയുന്ന എതിർ ക്രിസ്തുവിന്റെ ഭരണകാലം. അത് ദൈവസഭയുടെ ഉൽപ്രാപണത്തിന്, എടുക്കപ്പെടലിന് ശേഷമായിരിക്കും സംഭവിക്കുക. ആ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ചത് കൊണ്ടാണ് ഇങ്ങനെ മാത്രം പറഞ്ഞു വിടുന്നത്.
അങ്ങനെ ഉള്ള ആ 7 വർഷം സംഭവിക്കുന്ന കാര്യങ്ങളാണ് വെളിപ്പാട് പുസ്തകം 6 മുതൽ 19 അതിന്റെ of the events that will take place during those 7 years time, which is called the time of the last human government, or the time of Antichrist, or the time of Great Tribulation. ഏറ്റവും അവസാനത്തെ ലോക ഭരണകൂടം, അല്ലെങ്കിൽ മാനുഷിക ഭരണകൂടം, അല്ലെങ്കിൽ എതിർക്രിസ്തുവിന്റെ ഭരണകൂടം, അല്ലെങ്കിൽ 70-ാം ആഴ്ചവട്ടം, അതുമല്ലെങ്കിൽ മഹാപീഡനകാലം, ഇതെല്ലാം ഒരുക്കുന്ന കാര്യങ്ങളെയാണ് 6 മുതൽ 19-ാം അധ്യായം വരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ നമ്മൾ ആ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട 3 ന്യായവിധികളെ പറ്റി നമ്മൾ കണ്ടു. During these 7 years, God will judge and there are 3 major judgments which are recorded. The judgment of the 7 seals. Second is the judgment by the 7 trumpets. Then 7 bowl judgments, 7 seal judgments, 7 trumpet judgments, 7 bowl judgments. 7 മുദ്ര ന്യായവിധികൾ, 7 കാഹള ന്യായവിധികൾ, ന്യായവിധികളുടെ പൂർണ്ണതയാണ്, നിറവേറലാണ് നമ്മൾ 6 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ കണ്ടത്. 6 to 16, chapters 6 to 16. Come on, please. Armageddon. Yes, Armageddon യുദ്ധം, the battle of Armageddon. അതായിരുന്നു നമ്മൾ ഏറ്റവും ഒടുവിൽ 16-ാം അധ്യായത്തിൽ നിന്ന് ചിന്തിച്ചത്. അതിൽ നമ്മൾ കണ്ടു ഭാവിയിൽ പ്രധാനമായും 3 യുദ്ധങ്ങൾ നടക്കാനുണ്ട് ഇസ്രായേലുമായി ബന്ധപ്പെട്ട്. ഒന്നാമത്തേതാണ് റഷ്യൻ ഇൻവേഷൻ about a Russian invasion. രണ്ടാമത്തേതാണ് the battle of Armageddon, അർമഗദ്ദോൻ യുദ്ധം. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 14 മുതൽക്കുള്ള വാക്യങ്ങളിലും 16-ാം അധ്യായത്തിന്റെ 12 മുതൽക്കുള്ള വാക്യങ്ങളിലും 19-ാം അധ്യായത്തിന്റെ 17 മുതലും നാം അതിനെ പറ്റി കാണുന്നുണ്ട്. ആ ഭാഗങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്നത്. So the battle of Armageddon is described in 3 chapters in the book of Revelation. First of all, we see the description about that from Revelation 14,
particularly from verses 17 to 20. 14-ാം അധ്യായം 17 തൊട്ട് 20 വരെ നാം അർമഗദ്ദോൻ യുദ്ധത്തെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ, വിവരണങ്ങൾ കാണുന്നു. In chapter 16, 12 to 16, 16-ാം അധ്യായത്തിന്റെ 12 മുതൽ 16 വരെ അർമഗദ്ദോൻ യുദ്ധത്തിന്റെ ഒരുക്കം, പ്രിപ്പറേഷൻ ഫോർ ദ ബാറ്റിൽ, അത് നമ്മൾ കാണുന്നു. 19-ാമത്തെ അധ്യായത്തിന്റെ 17 മുതൽക്ക് നാം കാണുന്നത് ആക്ച്വൽ ബാറ്റിൽ, യഥാർത്ഥ യുദ്ധം, അതിന്റെ അനന്തരഫലങ്ങളുമാണ്. The battle takes place in chapter 19, verses from 17 to 21. അത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അർമഗദ്ദോൻ യുദ്ധത്തെക്കുറിച്ച്. 16-ാം അധ്യായം അങ്ങനെ നമ്മൾ അവസാനിപ്പിച്ചുകൊണ്ടാണ് 2024 നമ്മൾ അവസാനത്തെ ക്ലാസ് നിർത്തിയത്. എല്ലാവർക്കും ഓർമ്മ കാണുമല്ലോ. അപ്പോൾ ഒന്നും കൂടെ ഓർമ്മ പുതുക്കാനും പുതുതായി ജോയിൻ ചെയ്തവർക്ക് നമ്മുടെ കൂടെ ഒന്ന് വരാനും വേണ്ടി ഇത്രയും കാര്യങ്ങളൊന്ന് ക്രോഡീകരിച്ചു പറഞ്ഞതാണ്. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ, ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് മുതൽ 17-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. നിങ്ങളുടെ മൗനത്താൽ സംശയങ്ങൾ ഇല്ല എന്ന് ഞാൻ കരുതുന്നു. അതിനിടയിൽ കഴിഞ്ഞ ദിവസം ഞാൻ അഭിമുഖീകരിച്ച ഒരു ചോദ്യം ഇപ്പോൾ ഞാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഒന്ന് പറഞ്ഞിട്ട് പോയേക്കാം. ഇപ്പോൾ നമ്മൾ കണ്ടു ദാനിയേൽ 9-ാം അധ്യായത്തിൽ നിന്ന് 69-ാമത്തെ ആഴ്ചവട്ടം തീരുന്നത് അഭിഷിക്തനായ പുരുഷന്റെ ഛേദനത്തോടുകൂടെയാണ്. എന്ന് വെച്ചാൽ മശിഹായുടെ, യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം. യേശുക്രിസ്തുവിനെ ബൈബിൾ വിളിക്കുന്നത് അഭിഷിക്തൻ എന്നാണ്. അഭിഷിക്തൻ നമ്മുടെ ഭാഷയിൽ പറയും, ക്രിസ്റ്റോസ് എന്ന് ഗ്രീക്കിൽ പറയും. അതിന്റെ ഇംഗ്ലീഷ് വകഭേദമാണ് ക്രൈസ്റ്റ്. മെസായ അല്ലെങ്കിൽ മശിഹ എന്ന് എബ്രായ ഭാഷയിൽ പറയും. അഭിഷിക്തൻ എന്ന് വെച്ചാൽ മെസായ യാ അഭിഷിക്തൻ ഈസ് എ മെസ്സിയാനിക് ടൈറ്റിൽ ഫോർ ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിനുള്ള മശിഹൈക പേരാണ്, മശിഹായുടെ ഒരു ടൈറ്റിലാണ്, സ്ഥാനപ്പേരാണ് അഭിഷിക്തൻ എന്നുള്ളത്. അഭിഷിക്തൻ. എന്നോട് ഒരാൾ ചോദിച്ചത്, യേശു അഭിഷിക്തനാണെങ്കിൽ നമ്മുടെ ഇടയിലൊക്കെ ഇന്ന് പാസ്റ്റർമാരെ ഒക്കെ ആൾക്കാർ വിളിക്കുന്ന അഭിഷിക്തൻ അഭിഷിക്തൻ എന്നാണല്ലോ. ഇന്ന് അഭിഷിക്തൻ നമ്മുടെ മധ്യേ വന്നിട്ടുണ്ട്, ഇനി അഭിഷിക്തൻ നമ്മുടെ മധ്യേ ശുശ്രൂഷിക്കുമെന്നൊക്കെ പറയുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം. വളരെ ന്യായമായ ഒരു ചോദ്യമാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ അഭിഷിക്തൻ എന്നുള്ളത് യേശുക്രിസ്തുവിന് വേണ്ടി ബൈബിൾ ഉപയോഗിക്കുന്ന ഒരു സ്ഥാനപ്പേരാ, മെസ്സിയാനിക് ടൈറ്റിലാണ്. മെസ്സിയാനിക് ടൈറ്റിലാണ്. ആ ടൈറ്റിൽ, ആ സ്ഥാനപ്പേര് നമ്മൾ ആരും എടുക്കാതിരിക്കുകയാണ് ഉത്തമം. ബൈബിളിൽ ഇന്നത്തെ ആൾക്കാരെക്കാൾ അഭിഷേകത്തിന്റെ നിറവുണ്ടായിരുന്ന അപ്പോസ്തലന്മാരെ നമുക്ക് കാണാം.
അവരാരും തന്നെ തങ്ങൾ അഭിഷിക്തന്മാരാണെന്ന് അവകാശപ്പെട്ടിട്ടില്ല. ഒരാൾ മറ്റൊരാളിനെ അഭിഷിക്തനെന്ന് സംബോധന ചെയ്തിട്ടില്ല. സഭയിലും ആരും അപ്പോസ്തലന്മാരുൾപ്പെടെയുള്ള ശുശ്രൂഷക വൃന്ദത്തെ, മനുഷ്യരിൽ ആരെയും അഭിഷിക്തന്മാരെന്ന് പറഞ്ഞിട്ടില്ല. പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്നതിനെ കുറിച്ച് ആ പദം ഉപയോഗിച്ചിട്ടുണ്ടെന്നല്ലാതെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ശുശ്രൂഷകന്മാരായ നമ്മെ ആരെയും, പത്രോസ് തുടങ്ങി യേശുക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ, അപ്പോസ്തലന്മാരിൽ ഒന്നാമൻ പത്രോസ് ആയിരുന്നല്ലോ. പത്രോസ് തുടങ്ങി, യോഹന്നാൻ തുടങ്ങി, പൗലോസ് തുടങ്ങി ആരെയും അങ്ങനെ അവർ തന്നെ പേരെടുത്തോ മറ്റുള്ളവർ സംബോധന ചെയ്തോ കാണുന്നില്ലാത്തത് കൊണ്ട് നാം തമ്മിൽ അഭിഷിക്തന്മാരെന്ന് വിളിക്കാതിരിക്കുന്നതും സ്വയം ആ പേരോ സ്ഥാനമോ ഏറ്റെടുക്കാതിരിക്കുന്നതുമാണ് വചനപ്രകാരം ശരിയായിട്ടുള്ളത്. ഇന്നത്തെ ഒരു ട്രെൻഡായിട്ട് നമ്മുടെ ഇടയിലങ്ങ് മാറിയിരിക്കുകയാണ് അഭിഷിക്തൻ. അതുപോലെ തന്നെ അപ്പോസ്തോലൻ, അതൊക്കെ ഇന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന ചില സംഗതികളാണ്. എനിക്ക് നേരിട്ടറിയാവുന്ന ചിലരും വളരെ അടുപ്പമുള്ള ചിലരും അപ്പോസ്തോലൻ എന്നാണ് തങ്ങളെ തന്നെ പറയുന്നത്. ഇതൊന്നും വേദപുസ്തകത്തിൽ അടിസ്ഥാനമുള്ള കാര്യങ്ങൾ അല്ല. അപ്പോസ്തോലന്മാരിൽ ഏറ്റവും പ്രായം കൂടിയ പത്രോസ്, അപ്പോസ്തോലന്മാരിൽ ഒന്നാം സ്ഥാനീയനായ പത്രോസ്, പക്ഷേ ലേഖനം എഴുതിയപ്പോൾ താൻ എഴുതിയത് മൂപ്പന്മാരിൽ ഒരുവൻ എന്ന നിലയിലാണ്. ആസ് ആൻ എൽഡർ, സഹോദരൻ. വളരെ പത്രോസിനേക്കാൾ മുകളിൽ ശുശ്രൂഷയിൽ നിന്നിരുന്ന യോഗ്യതകൾ പലതും ഉണ്ടായിരുന്ന പൗലോസിനെ പത്രോസ് വിളിച്ചത് സഹോദരൻ എന്നാണ്. 1 പത്രോസ് 2 പത്രോസ് 3-ാമത്തെ അധ്യായത്തിന്റെ ഒടുവിൽ നമ്മൾ കാണുന്നു സഹോദരനായ പൗലോസ്. അപ്പോൾ നമ്മൾ ആരും അഭിഷിക്തനെന്നോ അപ്പോസ്തലനെന്നോ ഒന്നുമുള്ള പേരുകൾ എടുക്കാതെ, ആരെയും അങ്ങനെ സംബോധന ചെയ്യാതെയും ക്രിസ്തുവിൽ സഹോദരങ്ങൾ എന്ന നിലയിൽ മുൻപോട്ട് ചിന്തിച്ചും മനസ്സിലാക്കിയും പരിഗണിച്ചും സംബോധന ചെയ്തും പോകുന്നതാണ് വചനാടിസ്ഥാനത്തിലുള്ള സംഗതി എന്ന് നാം അറിയാതിരിക്കരുത്. അത് പൊതു പ്രയോജനത്തിനായും അങ്ങനൊരു ചോദ്യം വന്നതുകൊണ്ടും ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് മുൻപോട്ട് പോകാമല്ലോ. 17-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാമെന്ന് കരുതുന്നു. മറ്റെന്തെങ്കിലും വിശദീകരണം ഇതുവരെയുള്ള കാര്യങ്ങളിൽ വേണമെങ്കിൽ ചോദിച്ചാട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് 17-ലേക്ക് പോകാം. ശരി, മറ്റൊന്നും ഇല്ല എങ്കിൽ 17, 18 അധ്യായങ്ങളിലേക്കാണ് നാം ഇനി പോകുന്നത്. 17-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. Then one of the 7 angels who had the 7 bowls came and said to me, Come,
I will show you the judgment of the great prostitute who is seated on many waters, with whom the kings of the earth have committed sexual immorality, and with the wine of whose sexual immorality the dwellers on earth have become drunk. 17-18 അധ്യായങ്ങൾ നമുക്കവയെ വിളിക്കാൻ കഴിയുന്നത് ദ ജഡ്ജ്മെന്റ് ഓഫ് 2 ഗ്രേറ്റ് ബാബിലോൺസ് എന്നാണ്. 2 വലിയ ബാബിലോണുകളുടെ ന്യായവിധിയാണ് ഈ 2 അധ്യായങ്ങളിൽ നാം കാണുന്നത്. ഓർമ്മ കാണും, നമ്മൾ അധ്യായമായിട്ട് വിഷയങ്ങളെ പഠിച്ചപ്പോൾ 17-ാം അധ്യായത്തെക്കുറിച്ച് പഠിച്ചത്, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ശീർഷകത്തിൽ ഉൾപ്പെടുത്തിയത് the judgment or the destruction of the religious Babylon. 18-ാം അധ്യായത്തിനെ നമ്മൾ കണ്ടത് the judgment upon the economic Babylon എന്നുള്ളതായിരുന്നു. 17-ാം അധ്യായം മത ബാബിലോണിന്റെ മേലും 18-ാം അധ്യായം സമ്പദ് വ്യവസ്ഥയുടെ മേലുമുള്ള ദൈവിക ന്യായവിധിയുടെ പതനമാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? 17-ാം അധ്യായം ലോക മത സംഘടനയെ ദൈവം ന്യായം വിധിക്കുന്നു. ലോക മത സംഘടനയെ ദൈവം ന്യായം വിധിക്കുന്നു. അല്ലെങ്കിൽ റിലീജിയസ് ബാബിലോൺ, മതപരമായ ബാബിലോണിനെയാണ് 17-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത്. 18-ാമത്തെ അധ്യായത്തിൽ ലോക സമ്പദ് വ്യവസ്ഥയെ ദൈവം ന്യായം വിധിക്കുന്നതാണ്. God is judging the world economic system in chapter 18 and the world religious system in chapter 17. അപ്പോൾ 17-ഉം 18-ഉം അധ്യായങ്ങൾ ഒരേ വിഷയത്തിന്റെ 2 വശങ്ങളായിട്ട് നമുക്ക് കാണാം. 2ഇടത്തും നാം കാണുന്നത് ബാബിലോൺ എന്നാണ്. ബാബിലോൺ എന്ന ഓക്കെ, 2ഇടത്തും നാം ബാബിലോണിനെയാണ് കാണുന്നത്. 17-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 17 verse 5. And on her forehead was written a name of mystery, Babylon the Great, mother of prostitutes and of the earth's abominations. Babylon the Great, mother of abomination and prostitution. മർമ്മം, മർമ്മം, മിസ്റ്ററി. ഗ്രേറ്റ് ബാബിലോൺ, മർമ്മം, മഹതിയാം ബാബിലോൺ. 18-ന്റെ 2, 18 verse 2. And he called out with a mighty voice, Fallen, fallen is Babylon the Great. She has become a dwelling place for demons and a haunt for every unclean spirit, a haunt for every unclean bird, a haunt for every unclean and detestable beast. അവിടെ നമ്മൾ കാണുന്നത് the fall of Babylon the Great. 2നും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയോ? 17-ന്റെ 5-ഉം
18:2 17:5 and 18:2. Any difference or any similarity? Come on, please. തെറ്റിയാലും സാരമില്ല. In one it's written it's great, the other one it's written it's fallen. Is it that one? Something else is there. Habitation of devils. No. One key difference is there. Upon her forehead, her. No. In verse 5 of 17 and 2 of 18. Yeah, a horn for every unclean thing. No. In the very name, when the very name, ആ പേരിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട്. Mystery. Of course. 17-ാം അധ്യായത്തിൽ രണ്ടിടത്തും ഗ്രേറ്റ് ബാബിലോൺ ദ ഗ്രേറ്റ് എന്ന് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ. 17:5 നാം കാണുന്നുണ്ട് മഹദിയാം ബാബിലോൺ. 18:2 കാണുന്നുണ്ട് മഹദിയാം ബാബിലോൺ. രണ്ടിടത്തും നമ്മൾ കാണുന്നത് ബാബിലോൺ ദ ഗ്രേറ്റ് എന്നാണ്. But the difference, the key difference is in chapter 17, that is called the mystery. മർമ്മം മഹദിയാം ബാബിലോൺ. എന്നാൽ 18-ാം അധ്യായത്തിൽ മർമ്മം എന്ന് കാണുന്നില്ല. നമ്മൾ എതിർ ക്രിസ്തുവിനെ കുറിച്ച് പഠിച്ച സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. മർമ്മം എന്നതിനെ കുറിച്ചായിരുന്നു നമ്മളന്ന് പഠിച്ചത്. ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? ബൈബിളിൽ നിന്ന് ഒരു കൺകോർഡൻസ് വെച്ച്, ഒരു ഒത്തുവാക്യം വെച്ച് മർമ്മം എന്ന് നോക്കിയാൽ ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് അറിയാം. ഒരുപക്ഷെ നമ്മൾ പലരും അത് പ്രസംഗിച്ച് കേട്ടിട്ടും ഉണ്ടായിരിക്കും. എന്നാൽ മർമ്മം എന്ന് വേദപുസ്തകത്തിൽ എത്ര വ്യക്തികളെ കുറിച്ച് അല്ലെങ്കിൽ എത്ര വ്യക്തികൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഓർമ്മയുണ്ടോ? മിസ്റ്ററി. As mystery, how many persons in the Bible are addressed? മറന്നുപോയി. സഭ. No, person. ഓക്കെ. എത്ര ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എത്ര സ്ഥാപനങ്ങളെ വേദപുസ്തകം മർമ്മം എന്ന് വിളിക്കുന്നുണ്ടെന്ന് ഓർമ്മയുണ്ടോ? ഇത് രണ്ടുമായിരുന്നു നമ്മൾ അന്ന് പഠിച്ചത്. പറഞ്ഞു വിട്ടെന്നാണ് എൻ്റെ ഓർമ്മ. 2. ഉത്തരം ശരിയാണ്. ഏതൊക്കെയാണെന്നും കൂടെ പറയാമോ? One is family. No. Church. And Okay, church. മറഞ്ഞിരിക്കുന്ന ദൈവസഭ 1, 2 മഹദിയാം ബാബിലോൺ. ഓക്കെ. 2 ചോദ്യത്തിന് ഉത്തരം 2 എന്ന് വെച്ചാൽ 2 persons are addressed as mysteries in the Bible. They are Elijah? Jesus. Pardon? Is it Elijah? No.
No. It's Jesus Christ and Antichrist. മർമ്മം എന്ന നിലയിൽ ബൈബിളിൽ രണ്ട് പ്രധാന വ്യക്തികളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് യേശു ക്രിസ്തുവാണ്, മറ്റൊന്ന് എതിർ ക്രിസ്തുവാണ്. ഫസ്റ്റ് തിമത്തി 3:16, 1 തിമോത്തിയോസ് 3:16 വായിച്ചാട്ടെ. All scripture is That is the second Timothy you are reading. First Timothy. 1 തിമോത്തിയോസ് 3:16. And without controversy, great is the mystery of godliness. Bas, enough. Great is the mystery of godliness. Sorry. Great is the mystery of godliness. ദൈവ ഭക്തിയുടെ മർമ്മം. It's about Jesus Christ. ക്രിസ്തുവിനെ കുറിച്ചാണ് ദൈവഭക്തിയുടെ മർമ്മമെന്ന് നാം കാണുന്നത്. രണ്ട് തെസലോനിക്കർ 2-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. 2 Thessalonians 2:3. Let no one deceive you in any way, for that day will not come unless the rebellion comes first, and the man of lawlessness is revealed, the son of destruction. Also verse 7, 7-ാമത്തെ വാക്യവും കൂടെ. For the mystery of lawlessness is already at work. The Only mystery of lawlessness. Yeah. For the mystery of iniquity. അധർമ്മത്തിന്റെ മർമ്മം. അധർമ്മത്തിന്റെ മർമ്മം. ഇത് നമ്മൾ പഠിച്ചപ്പോഴായിരുന്നു ഈ കാര്യങ്ങൾ ചിന്തിച്ചത്. ഇത് ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തുവിനെ കുറിച്ചുള്ളത്. ഇങ്ങനെ യേശു ക്രിസ്തുവിനെ കുറിച്ചും എതിർ ക്രിസ്തുവിനെ കുറിച്ചും രണ്ട് വ്യക്തികളെ കുറിച്ച് മർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നു. അത് നമുക്ക് ഇവിടെ വിഷയമല്ല. അത് നമ്മൾ അന്ന് പഠിച്ചതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞു വിടുന്നു. രണ്ടാമത്തെ ചോദ്യം, two institutions also addressed as mystery in the Bible. വേദപുസ്തകത്തിൽ രണ്ട് സ്ഥാപനങ്ങൾക്കും മർമ്മം എന്ന് പേരുണ്ട്. അത് നിങ്ങൾ പറഞ്ഞതാണ്. ഒന്നാമത് the pure virgin, the very bride of Jesus, the holy church, church of God, church of Christ is addressed as the mystery, especially in the book of Ephesians chapter 3. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ദൈവഭക്തിയുടെ മർമ്മമായ യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയും നിർമ്മല കന്യകയുമായ ദൈവത്തിന്റെ വിശുദ്ധ സഭ. നാം അവിടെ കാണുന്നത് സഭയെ എങ്ങനെയാണ് പൗലോസ് വിളിക്കുന്നത്? മർമ്മം എന്ന നിലയിൽ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, the church was a mystery but now is a revelation. സഭ ഒരു മർമ്മമായിരുന്നു. രണ്ട്, ഇപ്പോൾ ദൈവസഭ ഒരു വെളിപ്പാടാണ്. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതൽക്ക് ഉള്ള വാക്യങ്ങളിൽ ഏതാണ്ട് 10 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. പല ആവർത്തി
പൗലോസ് ദൈവസഭയെ മർമ്മം എന്ന് വിളിക്കുന്നു. രണ്ടാമത്തേതാണ് നാം ഇപ്പോൾ വെളിപ്പാട് പുസ്തകം 17:5 കണ്ടത്. മർമ്മം മഹദിയാം ബാബിലോൺ. The second institution is the very wife, not the bride, but the wife of Antichrist, the mystery of iniquity, or the church, the prostitute, the religious prostitute, the abominable church, the world, the religious system, the very wife of Antichrist, also addressed as the mystery, great Babylon. മനസ്സിലായോ? അധർമ്മത്തിന്റെ മർമ്മമായ എതിർ ക്രിസ്തുവിന്റെ ഭാര്യ, മ്ലേച്ഛതകളുടെ അമ്മയായ, മത വേശ്യാവൃത്തിയുടെ മാതാവായ, അശുദ്ധയായ, പാപപങ്കിലയായ ലോക മതത്തെ എതിർ ക്രിസ്തുവിന്റെ ഭാര്യ എന്ന നിലയിൽ ഇവിടെ മർമ്മമെന്ന് വേദപുസ്തകം വെളിപ്പെടുത്തും. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ടിരുന്നല്ലോ, സാത്താൻ സകലത്തിലും ദൈവത്തെ അനുകരിക്കാൻ ശ്രമിക്കുന്നു. ട്രൈ ടു imitate God in everything. സാത്താൻ ദൈവത്തെ സകലത്തിലും അനുകരിക്കാനും അത് നിമിത്തം ജനത്തെ വഞ്ചിക്കാനും ശ്രമിക്കുകയാണ്. ഉദാഹരണം നമ്മൾ കണ്ടിരുന്നു, ഹോളി ട്രിനിറ്റി ഈസ് imitated by the satanic trinity. ദൈവീക പരിശുദ്ധ തൃത്വത്തിന് ബദലായിട്ട് സാത്താന്യ തൃത്വത്തെ നമ്മൾ 13-ാം അധ്യായം മുതൽ കാണുന്നുണ്ട്. സാത്താനും എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനും എന്ന സാത്താന്യ തൃത്വം, സൈറ്റനിക് ട്രിനിറ്റി, the dragon, the beast and the false prophet. യേശുക്രിസ്തു ദൈവ ഭക്തിയുടെ മർമ്മം, എതിർ ക്രിസ്തു അതേ വിഷയത്തെ അനുകരിക്കുന്നു. അവനെ ബൈബിൾ അധർമ്മത്തിന്റെ മർമ്മം എന്ന് വിളിക്കുന്നു. ദൈവസഭ സകലവും സൃഷ്ടിച്ച ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന മർമ്മമായിരുന്നു. നേരെ ബദലായി എതിർ ക്രിസ്തുവിന്റെ ഭാര്യയായ കള്ള വ്യാജ മതത്തെ ഇവിടെ മർമ്മം എന്ന നിലയിൽ പ്രസ്താവിക്കുന്നു. അപ്പോൾ ഇവിടെയെല്ലാം സാത്താന്യമായ വ്യാജ അനുകരണമാണ് കാണുന്നത്. അങ്ങനെ ഇവിടെ 17-ാം അധ്യായം വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നത് വ്യാജ മതത്തിന്റെ ന്യായവിധിയാണ്. ലോക വ്യാജ മതം, വേൾഡ് false religion is judged, condemned, exposed, executed here in chapter 17. വ്യാജ മതത്തെയാണ് 17-ാമത്തെ അധ്യായത്തിൽ ന്യായം വിധിക്കുന്നത്. എന്നാൽ 18-ൽ നമ്മൾ കണ്ടത് ലോക വാണിജ്യ ബാബിലോൺ, ട്രേഡ് ബാബിലോൺ, ഇക്കണോമിക് ബാബിലോൺ ഒക്കെയാണ് 18-ാം അധ്യായത്തിൽ. അത് രണ്ടുമാണ് നാം ഇവിടെ ഇനി പഠിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്.
അപ്പോ ഇവിടെ നാം കാണുന്നു ബാബിലോൺ. നമ്മൾ നേരത്തെ തന്നെ കണ്ടു ബാബിലോണിന്റെ വിവിധ അർത്ഥങ്ങൾ. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഡിഫറെന്റ് കൊണോട്ടേഷൻസ് ഓഫ് ബാബിലോൺ. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് പുതുക്കിക്കോ. ഓർക്കുന്നില്ല? ഒന്നാമത് നമ്മൾ കണ്ടു ബാബിലോൺ ഈസ് എ ലിറ്ററൽ ജിയോഗ്രഫിക്കലി സിറ്റുവേറ്റഡ് സിറ്റി. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം മുതൽക്ക് നമ്മൾ കാണുന്ന ഒരു ഭൂമിശാസ്ത്രപരമായ പട്ടണത്തിന്റെ പേരാണ് ഈ ബാബിലോൺ എന്നുള്ളത്. ഉൽപ്പത്തി 10-ഉം 11-ഉം അധ്യായങ്ങളിലാണ് അതിന്റെ തുടക്കം. നാം ആ ഭാഗങ്ങളിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ആ കാര്യങ്ങൾ വിശദീകരിക്കാം. എസ്പെഷ്യലി ചാപ്റ്റർ 11, 11-ാമത്തെ അധ്യായം, ജെനസിസ് ഉൽപ്പത്തി 11-ാം അധ്യായത്തിന്റെ 1 മുതൽക്കുള്ള വാക്യങ്ങളിൽ നാം അതിനെക്കുറിച്ച് കാണുന്നുണ്ട്. പ്രൈസ് ഗോഡ്. നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ കണ്ടതുപോലെ that was the very seat of human civilization post flood. നോഹയുടെ കാലത്തെ ജലപ്രളയത്തിന് ശേഷം മാനവ സംസ്കാരത്തിന്റെ കളിത്തൊട്ടിലായി തീർന്ന സ്ഥലമാണ് ഈ ബാബിലോൺ എന്നുള്ളത്. Human civilization developed from that particular geographical city after the Noahic flood. അത് നമ്മൾ ഉൽപ്പത്തി 11-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്. അവിടുന്ന് ഇങ്ങനെ തുടങ്ങി അവിടെ ബാബേൽ എന്നാണ് കാണുന്നത്. പിന്നീട് അത് ബാബിലോൺ എന്ന് കാണുന്നു. യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്തിരുന്ന ഒരു പുരാതന നഗരമാണ്. ആ ബാബിലോണിനെ നമ്മൾ ഉൽപ്പത്തി മുതൽ കണ്ടാൽ മനസ്സിലാക്കാം, that literal Babylon was the very capital of rebellion against God. ദൈവത്തിനെതിരായ മത്സരത്തിന്റെ തലസ്ഥാന നഗരമായി അത് നിലനിന്നിരുന്നു. നിമ്രോദിന്റെ കാലത്ത് പ്രളയത്തിന് ശേഷം ദൈവീക പദ്ധതിക്കെതിരെ ജനം ഒന്നിച്ചുകൂടി ഗോപുരം പണിത സ്ഥലം. ഗോപുരം എന്ന് പറയുമ്പോ വെറും ഒരു സ്തൂപം അല്ലെങ്കിൽ വെറും കെട്ടിപ്പൊക്കിയ ഒരു തൂണെന്ന് കരുതരുത്. നമുക്കറിയാം, ന്യൂയോർക്കിലായിരുന്നു പണ്ട് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ഉണ്ടായിരുന്നത്. പിന്നീട് അത് ബുർജ് ഖലീഫയായി. അപ്പം അതിനെയും തോൽപ്പിക്കുന്ന മറ്റ് സൗധങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബുർജ് ഖലീഫയിൽ പോയിട്ടുള്ള ആരെങ്കിലും ചിലപക്ഷെ നിങ്ങളുടെ കൂട്ടത്തിൽ കാണുമായിരിക്കും, എനിക്കറിയില്ല. അവിടെ വെറും ഒരു ഗോപുരം, വെറും ഒരു ഉയർന്ന ഒരു സ്ഥലമൊന്നും മാത്രമേ ഉള്ളൂ അല്ല. അതിനകത്ത് താമസിക്കാനും ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനകത്തല്ലേ. അതിനൊക്കെയുള്ള സൗകര്യങ്ങൾ ഉള്ളതുപോലെ ദ ടവർ ഓഫ് ബാബിലോൺ വെറുതെ ഒരു
ഒരു എന്താണ് പറയുന്നത്, സ്മാരകമായിട്ട് പണിത് വെച്ച ഒരു ഗോപുരമല്ല. ഇനിയും ഒരു പ്രളയമുണ്ടായാൽ ലോക ജനസംഖ്യയെ മുഴുവനും കൂടെ വെള്ളത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി പണിതുയർത്തിയ ഒരു താമസിക്കാൻ പറ്റുന്ന സ്ഥലമായിരുന്നു. That tower was built as an habitation, a residence for the whole of the humanity if some flood-like catastrophe would occur. ജലപ്രളയം പോലെയുള്ള വല്ല പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടായാൽ അതിൽ നിന്ന് ലോക ജനസംഖ്യയ്ക്ക് മുഴുവനും കൂടെ വന്ന് പാർത്ത് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു താമസ സൗകര്യമായിരിക്കത്. ഇതെല്ലാം ദൈവീക പദ്ധതികൾക്കെതിരായിരുന്നു. അതേ തുടർന്ന് ഇങ്ങോട്ട് നമുക്ക് കാണാൻ പറ്റും, ബാബിലോൺ became the capital of idolatry. First of all, it was the capital of rebellion against God. Then it was the capital of idolatry. ബിംബാരാധനയുടെ തലസ്ഥാനമായിട്ട് ബാബിലോൺ മാറി. ബിംബാരാധനയുടെ തലസ്ഥാനമായിട്ട്. Capital of human worship. വ്യക്തിപൂജയുടെ, മനുഷ്യരെ ആരാധിക്കുന്നതിന്റെ തലസ്ഥാനമായിട്ട് അത് മാറി. Capital of false religion. വ്യാജ മതത്തിന്റെ തലസ്ഥാനം. വ്യാജ മതത്തിന്റെ തലസ്ഥാനം. ഇതെല്ലാം കൂടെ ചേർത്ത് പറഞ്ഞാൽ ബാബിലോൺ became the capital, the earthly capital of the devil. സാത്താന്റെ ഭൂമിയിലെ തലസ്ഥാനമായിട്ട് ബാബിലോണിനെ നമുക്ക് മനസ്സിലാക്കാം. ഭൂമിയിലെ സാത്താന്റെ പ്രവർത്തനങ്ങളുടെ, പദ്ധതികളുടെ തലസ്ഥാനമായിട്ട് നമുക്ക് ബാബിലോണിനെ കാണാം. ഇവിടെ ആ പേര് വളരെ യോജിക്കും. മർമ്മം, മഹദിയാം ബാബിലോൺ. അവിടെ നമുക്കൊരു സ്ത്രീയെ കാണാം. ആ സ്ത്രീയാണ് വ്യാജമതം. ആ കാര്യങ്ങളൊക്കെ കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ നമുക്ക് നാളെ ചിന്തിക്കാമെന്ന് കരുതുന്നു. അപ്പൊ ഇന്ന് നാം 17-ാം അധ്യായത്തിന് ഒരു മുഖവുര കൊടുത്തത് മാത്രമേ ഉള്ളൂ. എന്നാൽ നാം അറിയുന്നത് പോലെ കർത്താവ് നമ്മെ നിർമ്മല കന്യകയായി യേശുക്രിസ്തു എന്ന ദൈവഭക്തിയുടെ മർമ്മത്തിന്റെ മണവാട്ടിയായി തന്റെ രക്തം കൊണ്ട് കഴുകി നമ്മെ വെടിപ്പാക്കി ശുദ്ധീകരിച്ച് തനിക്കായി വേർതിരിച്ച് നിർത്തിയിരിക്കുന്നു. നാം ഈ ലോകത്തിൽ, ഈ ഭൂമിയിൽ വാഴാനോ ഇവിടുത്തെ എന്തെങ്കിലും നന്മകൾ അവകാശമാക്കുന്നതിനോ ഇവിടെ എന്തെങ്കിലും പ്രാപിക്കുന്നതിനോ വേണ്ടി അല്ല വിളിക്കപ്പെട്ടത്, സൃഷ്ടിക്കപ്പെട്ടതും. യേശുക്രിസ്തു തന്റെ ചങ്കിലെ പുണ്യാഹ രക്തം കൊണ്ട് നമ്മെ വിലയ്ക്ക് വാങ്ങിയത്. സ്തോത്രം. വരുവാനുള്ള ദൈവക്രോധത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനും നാം യേശുക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ മണവാട്ടികളായി നിർമ്മല കന്യകമാരായിരിക്കുന്നതിനുമാണ്. ലോകത്താലുള്ള കളങ്കമേൽക്കാതെ നമ്മെ തന്നെ യേശുക്രിസ്തുവിന്റെ വിശുദ്ധ കന്യക, നിർമ്മല മണവാട്ടി എന്ന നിലയിൽ നമുക്ക് സൂക്ഷിക്കാം. തൻ്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ ദൈവസഭ എന്ന സമ്പാദ്യത്തെ, ദൈവസഭയിലെ അംഗങ്ങളാകുന്ന നമ്മെ തന്നോട് ചേർക്കേണ്ടതിന് നമ്മുടെ കർത്താവ് അതിവേഗം മേഘങ്ങളിൽ പ്രത്യക്ഷനാകും.
നമുക്ക് നമ്മുടെ വീണ്ടെടുപ്പിന്റെ വില നൽകിയ നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്കായി ആകാംക്ഷയോടെ വിശുദ്ധിയോടെ കാത്തിരിക്കാം. യോഹന്നാൻ പറയും പോലെ അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം താൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. നമുക്കും നമ്മെ തന്നെ നിർമ്മലീകരിക്കാം. നമ്മുടെ കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങാം. സ്തോത്രം. കളങ്കമേൽക്കാതെ നമ്മെ തന്നെ നമുക്ക് സൂക്ഷിക്കാം. ആമീൻ. കർത്താവായ യേശുവേ വരയണമേ, വേഗം വരയണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമ്മെ നമുക്ക് സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.